കൂളിംഗ് ഗ്ലാസ് എന്തോ വെച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഇയാളെ കാണാതിരിക്കാനാണ് കണ്ണ് കിട്ടിയതെന്ന് ആര് പറഞ്ഞു? അതും ശരിയായിരിക്കാം. അങ്ങനെ കണ്ണ് കിട്ടിയ ഗാന്ധാരിയും പിന്നെ ധൃതരാഷ്ട്രനും നിങ്ങൾ എന്തിനിങ്ങനെ കഴിയുന്നു ഈ കൊട്ടാരത്തിൽ, നാണമാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ധൃതരാഷ്ട്രർ അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ വിതുരർ പറഞ്ഞു, നമുക്ക് പോകാം, വാനപ്രസ്ഥം, കാട്ടിലേക്ക് പോകാം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള നടതള്ളലാണ്. വാനപ്രസ്ഥം, അവിടെ പോയി മരിക്കുകയാണ്. കാട്ടിൽ വല്ല സൗകര്യമുണ്ടോ? ശൈത്യം കൊണ്ട്, മൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ആൾ അവിടെ വെച്ച് മരിക്കുന്നു. ഒരു പത്രത്തിലും വരത്തില്ല. വാനപ്രസ്ഥം എന്ന് വരെ പറയുള്ളൂ. അങ്ങനെ പോകുന്നു ധൃതരാഷ്ട്രർ. ഗാന്ധാരി ഇറങ്ങുന്നു, വിതുരർ പോകുന്നു. അപ്പോൾ ഒരാൾ കൂടി ഇറങ്ങി വന്നു, വെള്ളസാരി ഉടുത്ത ഒരാൾ കൂടി ഇറങ്ങി വന്നു, കുന്തിദേവി. കുന്തിദേവിക്ക് അവരോടൊപ്പം പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം അവരുടെ മക്കളാണ് ഭരിക്കുന്നത്, മൂത്ത മകനാണ് രാജാവ്. എന്നിട്ടും കുന്തി അവരോടൊപ്പം പോയി. അതിന് ചില കുട്ടികൃഷ്ണമാരാർ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കുന്തിദേവിയായിട്ട് വിതുരർക്കൊരു ബന്ധം ഉണ്ട് എന്ന് കുട്ടികൃഷ്ണമാരാർ അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനത്തിൽ പറയുന്നുണ്ട്. എന്തോ വിതുരരുള്ളതുകൊണ്ടാണോ എന്തോ കുന്തിയും പോയി. അവരെല്ലാം ഒരു കാട്ടുതീയിൽപ്പെട്ട് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, യുദ്ധം ഒന്നിനും ഒരു സമാധാനമല്ല. ആ വിധത്തിൽ ഈ രാജ്യത്ത് മുഴുവൻ, ലോകത്ത് മുഴുവൻ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ അർദ്ധശൂന്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ റൂട്ട് മാറ്റുകയാണ്. പറയാൻ ഉദ്ദേശിച്ച പലതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, പെൻഷനേഴ്സിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്ന ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച സ്റ്റീഫൻ കിങ്ങിൻ്റെ, അമേരിക്കൻ എഴുത്തുകാരനായ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു ചെറുകഥയാണ്. സ്റ്റീഫൻ കിങ് അറിയാമല്ലോ, 1947 സെപ്റ്റംബർ 21 ജനിച്ച, ഹൊറർ നോവലുകൾ എഴുതുന്ന, ടെറർ നോവലുകൾ എഴുതുന്ന, ഉദ്വേഗജനകമായ കഥകൾ അദ്ദേഹം എഴുതുന്ന ഉദ്വേഗജനകമായ നോവലുകൾ വായിക്കാൻ ലോകമെമ്പാടും എഴുത്തുകാർ, വായനക്കാർ കാത്തിരിക്കുന്ന സ്റ്റീഫൻ കിങ് വ്യത്യസ്തമായ ഒരു ചെറുകഥ എഴുതി. ആ കഥയുടെ പേര് ദ ലാസ്റ്റ് റങ് ഓൺ എ ലാഡർ എന്നാണ്. ഏണിയിലെ അവസാനത്തെ പടി. എനിക്ക് ആ കഥ വായിച്ചപ്പോൾ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കഥ ഇത്രയേ ഉള്ളൂ, ചുരുക്കി പറയാം. 2 കഥാപാത്രങ്ങളാണ്, ഒരു അനിയത്തിയും ചേട്ടനും, ലോറിയും കിറ്റിയും. കിറ്റി എന്ന് പറഞ്ഞാൽ അനിയത്തി പ്രാവെന്നൊക്കെ നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ, അത്ര ഓമനത്തുള്ള കുട്ടി. കിറ്റിയും ലോറിയും. അദ്ദേഹം, ഈ സ്റ്റീഫൻ കിങ് ജനിച്ചത് അമേരിക്കയിലെ മെയിനിലാണ്. അവിടുത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ, കാർഷിക വൃത്തി തൊഴിലാക്കിയുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ കിറ്റിയും ലോറിയും ഉള്ളത്. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ കളപ്പുരയുണ്ട്. കളപ്പുരയിൽ വലിയൊരു വൈക്കോൽ കൂനയുണ്ട്. വൈക്കോൽ കൂനയിൽ ചാരി വെച്ചിരിക്കുന്ന വലിയൊരു ഏണിയുണ്ട്. കിറ്റി ആ ഏണിയിൽ കയറും, ഏറ്റവും മുകളിലത്തെ പടി ചെല്ലും, എടുത്തു ചാടുമ്പോൾ താഴെ ലോറി നിൽപ്പുണ്ട്. ലോറി ആ വൈക്കോലെല്ലാം അവിടെ കൂട്ടിവെച്ച വൈക്കോലിൽ അവൾ വീണാൽ കുഴപ്പമില്ല. വീണ്ടും അവൾ ചുറുചുറുക്കോടെ കയറും, ചാടും, ലോറി താഴെ നിന്ന് അവളെ സംരക്ഷിക്കും. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ കിറ്റിക്ക് വലിയ ഉത്സാഹമായിരുന്നു. അവൾ വേഗം ഈ വൈക്കോൽ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കളപ്പുരയിൽ ചെന്നു. ഈ ഏണിയിൽ ഇങ്ങനെ കയറുമ്പോൾ ലോറി വരുന്നതേ ഉള്ളൂ, ഓരോ പടിയും അടർന്നു വീഴുകയാണ്. തടിയിലുള്ള ഒരു ഏണിയായിരുന്നിരിക്കും, മഴയൊക്കെ പെയ്ത് അതൊരു അവസ്ഥയിലായിരുന്നിരിക്കും. ഇവിടെ കയറുന്നതനുസരിച്ച് ഓരോ പടിയും അടർന്നു വീഴുകയാണ്. അങ്ങനെ അടർന്നു വീഴുന്ന കണ്ടുകൊണ്ട് ലോറി ഓടി വന്നു. അവൾ അവസാനത്തെ പടിയിലെത്തി. പെട്ടെന്ന് ലോറി വിളിച്ചു പറഞ്ഞു, കിറ്റി നിൽക്കുക, ഒരു സെക്കൻഡ്. പെട്ടെന്ന് അയാൾ ഒന്ന് ഈ വൈക്കോലെല്ലാം കൂട്ടി വെച്ച് ഒരു സംരക്ഷണ കവചം ഒരുക്കിയിട്ട് പറഞ്ഞു, കിറ്റി ചാടിക്കോളൂ. കിറ്റി ചാടി, കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഈ കുട്ടികൾ അടുത്തടുത്താണ് ഉറങ്ങാൻ കിടക്കുന്നത്. ലോറിക്കും ഉറക്കം വന്നില്ല, കിറ്റിക്കും ഉറക്കം വന്നില്ല.
ലോറി ചോദിച്ചു, കിറ്റി ഉറങ്ങിയോ? ഇല്ല, ഇന്ന് വൈകുന്നേരം വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. നീ ആ ഏണിയിൽ കയറിയില്ലേ? ആ ഏണിയിലെ പടികളെല്ലാം ഇളകിയിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടുകൊണ്ട് ഓടി വരികയായിരുന്നു. അവസാനത്തെ പടിയിൽ നിന്ന് നീ വീഴുമായിരുന്നു. വീണിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ കിറ്റി, ഞാൻ നിന്നോട് ചാടാൻ പറഞ്ഞല്ലോ, നീ എന്ത് ധൈര്യത്തിലാണ് ചാടിയത്? എന്ത് ധൈര്യത്തിലാണ് ചാടിയത്? കിറ്റി പറഞ്ഞു, ചേട്ടനല്ലേ ചാടാൻ പറഞ്ഞത്, ആ ധൈര്യത്തിലാണ് ഞാൻ ചാടിയത്. ചേട്ടൻ താഴെയുണ്ടല്ലോ, ചേട്ടൻ സംരക്ഷിക്കുമല്ലോ, ആ ധൈര്യത്തിലാണ് ഞാൻ ചാടിയത്. ഓക്കെ ഓക്കെ. ഈ സംഭവം, ഇദ്ദേഹത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ ഇയാൾ വലിയൊരു പ്രമുഖനായ ആളായിരിക്കുന്നു. ലോറി അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ലോറി എന്ന് പറഞ്ഞാൽ സാധാരണ അഡ്വക്കേറ്റ് അല്ല, പ്രഗത്ഭനായ, നോബിളായ അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ വായന മുറിയിൽ ആ റീഡിംഗ് ലൈറ്റിൽ അദ്ദേഹം ഒരു കത്തെടുത്ത് മറിക്കുന്നിടത്താണ് ഈ കഥ ആരംഭിക്കുന്നത്. അത് കിറ്റിയുടെ കത്താണ്. നോക്കണം, ഇപ്പോൾ അവർ കൊച്ചുകുട്ടികളല്ല, അയാൾക്ക് ഏതാണ്ട് മധ്യവയസ്സോളമായിരിക്കുന്നു, വളരെ പ്രഗത്ഭനായിരിക്കുന്നു, അഡ്വക്കേറ്റായിരിക്കുന്നു. അയാൾ ആ കത്ത് എടുത്ത് മറിക്കുമ്പോൾ, കിറ്റിയുടെ കത്ത്, കുറേ നാളായി കിറ്റിയുടെ കത്തൊക്കെ വായിച്ചിട്ട്, കിറ്റിയുടെ കത്ത് മറിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ സംഭവം ഓർമ്മ വന്നു. അണ്ട് ചാടിയത് കിളപ്പുരയിൽ. എന്താ സംഭവിച്ചതെന്നോ? അവരൊക്കെ വലുതായി, കിറ്റി വിവാഹിതയായി. ആ വിവാഹം പരാജയമായിരുന്നു. കിറ്റി വീണ്ടും വിവാഹിതയായി. രണ്ടാമത്തെ വിവാഹവും പരാജയമായി. രണ്ടാമത്തെ വിവാഹം പരാജയമാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. രണ്ടാമത്തെ വിവാഹവും പരാജയമായി. പലതവണ വിവാഹിതയായി കിറ്റി. എല്ലാം പരാജയപ്പെട്ടപ്പോൾ അവൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു, ഏകാന്തതയിൽപ്പെട്ടു. ഒരു കരിമ്പടം കൊണ്ട് അവളുടെ ജീവിതത്തെ പുതച്ചതുപോലെ അവളുടെ ജീവിതം വികൃതമായി. അവൾ നിരാശാഭരിതയായി, വിഷാദമൂകയായി. ആ സമയത്ത് ലോറി നല്ലതുപോലെ പഠിച്ച് വളരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റായി നഗരത്തിൽ തിരക്കുള്ള ഒരു മനുഷ്യനായി കഴിയുന്നു. കിറ്റി ലോറിയുടെ അടുത്ത് പോയില്ല. ലോറിയെ അത് അലോസരപ്പെടുത്തും എന്ന് അവൾക്കറിയാം. അവൾ പോയില്ല. അവൾ സാമ്പത്തികമായി തകർന്നു, വൈകാരികമായി തകർന്നു, എല്ലാ വിധത്തിലും തകർന്നു. അവസാനം ഒരു നിർവാഹവുമില്ലാതെ വന്നപ്പോൾ അവസാനത്തെ ഒരു പ്രതീക്ഷ പോലെ, പറയുമല്ലോ, സ്ഫുട താരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയ്ക്ക് ദ്വീപുകളുണ്ട് സിന്ധുവിൽ. കപ്പൽ ഛേദം വന്ന് നടുക്കടലിൽ പെടുന്നവർ ആരായുന്നത് ഇവിടെ എവിടെയെങ്കിലും തുരുത്തുണ്ടോ, ആശ്വാസത്തിൻ്റെ അഭയത്തിൻ്റെ ഒരു തുരുത്തുണ്ടോ എന്നാരായുന്നത് പോലെ അവൾ ചേട്ടനൊരു കത്തയച്ചു. വളരെ നാളുകൾക്ക് ശേഷം ആദ്യമായി, അവസാനമായി ഒരു കത്തയച്ചു. മറുപടി വന്നില്ല. അവൾക്ക് മനസ്സിലായി ചേട്ടൻ ഇനി വരില്ല. ആ പ്രതീക്ഷയും പോയിരിക്കുന്നു. പാവം നമ്മുടെ തിരക്ക് പിടിച്ച അഡ്വക്കേറ്റ് അത് കണ്ടായിരുന്നു, കിറ്റിയുടെ കത്ത് കണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം മാറ്റിവെച്ചു. അവൾ എന്ത് ചെയ്തെന്നോ, ഒരുപാട് നിലകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. സ്റ്റീഫൻ കിങ് ആ കഥ അവസാനിപ്പിക്കുന്നത് ആ വിധത്തിലാണ്. അവൾ ആത്മഹത്യ ചെയ്തു. അവൾ ആ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ താഴെ പഴയതുപോലെ അവളെ ചേർത്ത് പിടിക്കാൻ, സംരക്ഷിക്കാൻ, കവചമൊരുക്കാൻ ചേട്ടനില്ലായിരുന്നു, ലോറി ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു. ദാരുണമായി അവൾ കൊല്ലപ്പെട്ടു. ഇദ്ദേഹം ഈ കത്തെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിൻ്റെയും അത്യധികമായ ഉത്കടമായ കുറ്റബോധത്തിൻ്റെയും മെഴുനീർക്കണങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ആ മെഴുനീർക്കണങ്ങളോടെ തുവാലയെടുത്ത കണ്ണ് ഒപ്പുമ്പോൾ സ്റ്റീഫൻ കിങ് ആ കഥ അവസാനിപ്പിക്കുകയാണ്. ദ ലാസ്റ്റ് റങ് ഓൺ ദ ലാഡർ എന്ന കഥ അവസാനിപ്പിക്കുകയാണ്. ഈ കഥ പകരുന്ന സന്ദേശം എന്താണ്? ഒരു ആങ്ങള എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസത്തിൻ്റെയും ആലംബത്തിൻ്റെയും
അഭയത്തിൻ്റെയും സങ്കേതമാണ്. അതിപ്പോൾ കൂടെ ജനിച്ച ആങ്ങള തന്നെ ആവണമെന്നില്ല, നമ്മളെല്ലാവരും ആങ്ങളമാർ ആകേണ്ടതാണ്. പുതുശ്ശേരി രാമേന്ദ്രൻ്റെ ഒരു കവിതയുണ്ട്, തെരുവിലെ പെങ്ങൾ എന്നാണ് ആ കവിത. അദ്ദേഹം പഠിച്ചിരുന്ന കലാശാല വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എഴുതിയ കവിതയാണ്. വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുറിയിൽ ഒരു വീക്കെൻഡിൽ അദ്ദേഹം തങ്ങാൻ ചെല്ലുമ്പോൾ സുഹൃത്ത് നാട്ടിലേക്ക് പോകുന്നു. ശനി ഞായറും ഫ്രീ ആണ് അവിടെ. അദ്ദേഹം അവിടെ തങ്ങുന്നു. ഞായറാഴ്ച ആയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വരുന്നു. ആ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. അയാൾ വരാൻ പറഞ്ഞതായിരിക്കാം. ഒരു പെൺകുട്ടി വരുന്നു. പക്ഷേ കവി എന്തു ചെയ്യുന്നു? അവളെ വാത്സല്യപൂർവ്വം ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്, അവളെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് അദ്ദേഹം പറയുന്ന 4 വരികൾ ആ കവിതയിലുണ്ട്. തെരുവിലെ കൊച്ചു പെങ്ങളെ എന്നെ കരുതിടായുവു നിൻ ചേട്ടനായി തന്നെ. തെരുവിലെ കൊച്ചു പെങ്ങളെ എന്നെ കരുതിടായുവു നിൻ ചേട്ടനായി തന്നെ. ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. കരുണ കാണിച്ച്, സഹതാപം കാണിച്ച്, വാത്സല്യം കാണിച്ച്, അനുകമ്പ കാണിച്ച്, സ്നേഹം പ്രകടിപ്പിച്ച്, കരുണ കാണിച്ച് 4 തന്ന് ആ കവിളിൽ 1000 ഉമ്മ വയ്ക്കുന്നോർ. കൊടുത്താൽ എന്തെങ്കിലും ഒരു പ്രതിഫലം വേണമല്ലോ. ഇതിൻ്റെ പേരിൽ ചേർത്ത് നിർത്തി അവളുടെ കവിളിൽ ഉമ്മകൾ കൊണ്ട് മൂടുന്നവർ, കവിളിൽ 1000 ഉമ്മ വയ്ക്കുന്നോർ, അവരിലെങ്ങാനും എൻ മിഴിനീരിൽ അലയടിക്കുമീ അത്ഭുതം കണ്ടുവോ. എൻ്റെ മിഴിനീരിൽ അലയടിക്കുന്ന അത്ഭുതം എന്താണ്? സ്നേഹമാണ്. അവളോടുള്ള കലർപ്പില്ലാത്ത നിർമ്മലമായ സ്നേഹമാണ്. ആ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. ഇപ്പോൾ നമ്മുടെ ഈ കഥയിലെ ലോറി വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്, സാമ്പത്തികമായി ഉയർന്ന ആളാണ്. പക്ഷേ കൂടെ ജനിച്ച സഹോദരിയെ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. നമ്മൾ ഏത് തിരക്കുകളിൽ ചെന്നുപെടുമ്പോഴും, എത്ര ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങരുത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ സന്ദർഭത്തിൽ ഇവിടെ നൽകുന്ന ഒരു സന്ദേശം. ഒരിക്കലും പിൻവാങ്ങരുത്. പണ്ട് കൗശികൻ എന്ന് പറഞ്ഞൊരു സന്യാസി ഉണ്ടായിരുന്നു, ഒരു മഹർഷി ഉണ്ടായിരുന്നു, കൗശികൻ. അദ്ദേഹം വനാന്തർ ഭാഗത്ത് ഇരുന്ന് തപസ് ചെയ്യായിരുന്നു. തപസ് ചെയ്തപ്പോൾ ഒരു വേഴാമ്പൽ ചിറകടിച്ച് പറന്നുപോയി. വേഴാമ്പലിന് ചിറക് ഭയങ്കര ശബ്ദമാണ്, പ്ലെയിൻ പോകുന്നതിലിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപസ് മുടങ്ങി. വേഴാമ്പലിനെ ഒന്ന് നോക്കി, വേഴാമ്പൽ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തപസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കൊക്ക് കാഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ. അദ്ദേഹം ആ കൊക്കിനെ തുറച്ചു നോക്കി, കൊക്ക് കരിഞ്ഞുപോയി. കൊക്ക് കരിഞ്ഞ് ഡെഡ് ബോഡിയായിട്ട് വന്ന് വീണു. അപ്പോൾ കൗശികന് തോന്നി ഏതാണ്ടൊക്കെ ആയി, ഏതാണ്ടൊക്കെ സിദ്ധിയൊക്കെ ആയി, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങി. ആദ്യം കണ്ട വീട്ടിൽ ചെന്നു തട്ടി. കാരണം ആർഷഭാരതമാണ്, ഇവിടെ ഋഷികളുടെ ഭാരതമാണ്, അവർക്ക് എവിടെ ചെന്നും തട്ടാം, എല്ലാ വീട്ടിലും അവർക്ക് സ്വാഗതമാണ് വിധിപ്രകാരം, അല്ലെങ്കിൽ അവർ ശപിക്കും. ഒരു വീട്ടിൽ ചെന്ന് തട്ടി. അപ്പോൾ ഉണ്ട് ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു, ഭർത്താവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭർത്താവാണെങ്കിലോ സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ ഇയാൾ 2-3 തവണ മണിയൊക്കെ കിലുക്കി നോക്കിയിട്ട് അവർ വരുന്നില്ല. അപ്പോൾ അവരെങ്ങനെ തറപ്പിച്ച് നോക്കി. അപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു, ദേ ഞാൻ കൊക്കല്ല കേട്ടോ, എന്നെ ഇങ്ങനെ നോക്കണ്ട, ഞാൻ കൊക്കല്ല എന്ന് പറഞ്ഞു. അപ്പം കൗശികന് മനസ്സിലായി, ഇപ്പോൾ ഇവർക്ക് എന്നെക്കാളും ജ്ഞാനമുണ്ടെന്ന് തോന്നുന്നു, ജ്ഞാനദൃഷ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ മനസ്സിലായി? അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഠനമൊന്നും ആയിട്ടില്ല, നിങ്ങൾ വളരെയധികം അഹംഭാവത്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരു ഋഷിവര്യൻ എന്ന നിലയ്ക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മിഥിലയിൽ ധർമ്മവേദൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. മിഥിലയിൽ അഡ്രസ്സൊക്കെ കൊടുത്തു. ഇയാൾ നേരെ മിഥിലയിലേക്ക് പോയി. പണ്ട് അങ്ങനെയാണല്ലോ, ഓരോ വീടുകളിൽ ചെന്ന് ഓരോന്ന് അഭ്യസിക്കും. നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കഥ പറയുന്നില്ല. പിശുക്ക് പഠിക്കാൻ പോയ ഒരാളുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അറിയത്തില്ലയോ? അയ്യോ
ഒരാൾക്ക് ഒരു പിശുക്കൻ അല്ല, ദേശീയ അവാർഡ് വാങ്ങിച്ച ആളാണ് പിശുക്കിന്, പക്ഷേ അയാൾക്ക് തൃപ്തിയില്ല. പുള്ളി കിണറിൽ നിന്ന് വെള്ളം എടുത്ത് മുഖമെല്ലാം കഴുകിയിട്ട് ആ ബക്കറ്റിൽ ബാക്കിയുള്ള വെള്ളം കിണറ്റിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. കളയണ്ടല്ലോ. അപ്പോൾ അയാൾ അറിഞ്ഞു മലബാർ ഏരിയയിൽ കുറേ കൂടെ നല്ലൊരു പിശുക്കനുണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിൽ നിന്ന് പുതുതായിട്ട് എന്തെങ്കിലും പിശുക്ക് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ നിന്ന് വണ്ടി കയറി. പുള്ളി അറിയിച്ചെന്ന് തോന്നുന്നു. അവിടെ ഒരു സന്ധ്യ സമയത്ത് ചെന്ന് കയറി. അവിടെയാണെങ്കിൽ ഈ പിശുക്കനും മകളും മറ്റേ പിശുക്കനും മകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ വന്നു, പിശുക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്, തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നിപ്പോൾ നമുക്ക് വന്നതല്ലേ ഉള്ളൂ, സംസാരിച്ചിരിക്കാം, നാളെ മുതൽ ശ്രദ്ധിച്ചാൽ മതി, ഓരോ കാര്യവും ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, പിന്നെ ഭക്ഷണ സാധനമൊക്കെ കൊണ്ടുവന്നോ? നമ്മുടെ ചെലവിനുള്ള ഭക്ഷണ സാധനം, കുറച്ച് അരിയും പയറും ഒക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിൽക്കുമോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. മോളെ വിളിച്ചു, ഇതെല്ലാം കൊടുത്തു, അകത്ത് കൊടുത്തു, റെഡിയാക്കാൻ പറഞ്ഞു. സമയം സന്ധ്യ കഴിഞ്ഞു, ഇരുട്ട് വീണു. മോള് ലൈറ്റിട്ടു, സഭാമര്യാദയുടെ പേരിലും ലൈറ്റിട്ടു. സംസാരം നീണ്ടപ്പോൾ മറ്റേ പിശുക്കൻ പറഞ്ഞു, നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കാലമാവുന്നുമില്ല, ഭക്ഷണം സമയമെടുക്കും, ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്താലോ? അത് ശരിയാണല്ലോ. പുള്ളി മനസ്സിൽ ഒരു പാഠം ഒന്ന്, ആവശ്യമില്ലാതെ ലൈറ്റ് ഇടരുത് എന്ന് തീരുമാനിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തു. കുറച്ച് സമയം കൂടെ അവർ പലതും ഒക്കെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് മോള് വന്ന് പറഞ്ഞു, അച്ഛാ ഭക്ഷണമൊക്കെ ആയി, രണ്ടുപേർക്കും വരാം, കഴിക്കാം. ഇവിടെ പുള്ളി ചാടി എഴുന്നിട്ട് ലൈറ്റ് ഇടാൻ പോയി പേവും വിളിച്ച് പറയുന്നു, ഇടാൻ വരട്ടെ. എന്താ? എൻ്റെ മുണ്ട് ഇവിടെ എവിടെയോ ഊരി വെച്ചെന്നു. മുണ്ട് ചീത്താക്കണ്ടല്ലോ. ഉടുത്തോ? ഉടുത്തു. ലൈറ്റ് ഇടട്ടോ? ഇട്ടു. അടുത്ത് കാണുന്നത് ഈ ഗുരു ശിഷ്യൻ്റെ കാലി വീണ് കിടക്കുന്നതാണ്. അങ്ങ് ഇപ്പം തന്നെ പോകണം, ഇനി പുതുതായിട്ടൊന്നും പഠിക്കാനില്ല, അങ്ങ് ഇവിടെ നിന്നാൽ ഞാൻ പഠിച്ചതും കൂടെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അതുപോലെ ഈ ധർമ്മവേദൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് നമ്മുടെ കൗശികൻ. ധർമ്മവേദൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മാംസക്കച്ചവടക്കാരൻ, ഒരു ഇറച്ചിവെട്ടുകാരൻ. എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല, എൻ്റെ ജീവിതക്രമങ്ങളൊക്കെ വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അദ്ദേഹം എഴിച്ചു നടക്കാൻ വയ്യാതെ ശയ്യാവലംബിയായിപ്പോയ അച്ഛനെയും അമ്മയെയും വളരെ താല്പര്യത്തോടെ, വളരെ സ്നേഹത്തോടെ അവരെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, മുഖം കഴുകുന്നു, അവരെ ഉറക്കുന്നു. അതിനുശേഷം മാത്രം തൻ്റെ ജീവിതക്രമങ്ങളിലേക്ക് തിരിയുന്നു. എന്ന് പറഞ്ഞാൽ ധർമ്മവേദൻ്റെ ധർമ്മഗീത, വേദഗീത എന്ന് പറഞ്ഞ് ഒരു ഭാഗം തന്നെയുണ്ട്. ഒരു മനുഷ്യന് വേദപഠനം കൊണ്ട് പൂർത്തിയാവുന്നില്ല, വേഷഭൂഷാദികൾ കൊണ്ട് അയാൾ സംസ്കാരമുള്ളവനായി തീരുന്നില്ല. പിന്നെയോ അയാൾ സമ്പന്നനാകുന്നത് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴാണ്. അച്ഛനോടുള്ള ഉത്തരവാദിത്വം, അമ്മയോടുള്ള ഉത്തരവാദിത്വം, സഹോദരങ്ങളോട്, അയൽക്കാരോട്, സമൂഹത്തോട്, സുഹൃത്തുക്കളോട് എല്ലാം നമുക്ക് ഒരു കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഉദ്ഘാടകൻ പറഞ്ഞത്. ഒരു കുശലം പറഞ്ഞാൽ, പ്രായമായ ഒരാളോട് സംസാരിച്ചിരുന്നാൽ, ഒരു ദിവസം നമ്മളൊരു പുഞ്ചിരി ഒരാൾക്ക് സമ്മാനിച്ചാൽ, പുഞ്ചിരി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സംഗീതമാണ്. പുഞ്ചിരി കൊണ്ട് അത് ആത്മാവിൻ്റെ വിനിമയമാണ്. പുഞ്ചിരി ഒരാളുടെ മനസ്സിൻ്റെ ചുരുക്കെഴുത്താണ്. അതുകൊണ്ട് ഒരു പുഞ്ചിരി സമ്മാനിക്കുക, ഒരു കുശലം ചോദിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ കഴിയും. നമ്മൾ ഈ റിട്ടയർ ചെയ്തവരുടെ പ്രശ്നം പറഞ്ഞല്ലോ. റിട്ടയർ ചെയ്തവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 56 വയസ്സിൽ ഈ പറഞ്ഞതുപോലെ റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ അവിടെ നിന്ന് ആ ആഴ്ചയിൽ തന്നെ ഗ്രാറ്റുവിറ്റി കിട്ടിയ ഉടനെ ഏറ്റവും നല്ല ചാരുകസേര ബുക്ക് ചെയ്യുകയാണ്. ആ ചാരുകസേര നടയിലിട്ട് അതിന് കാല് വയ്ക്കാനുള്ളൊരു സംവിധാനം, പിന്നെ റിക്ലൈനറൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതെല്ലാം നടുവ് കൂനുന്ന ഒരു സംഭവമാണ്. വളഞ്ഞോളയും ആ വിധത്തിൽ വടിയിടിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകാതെ, നല്ല പ്രായമാണ്. യൗവനത്തിൽ സമയം സ്വർണ്ണമാണ് എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. സമയം യൗവനത്തിൽ സ്വർണ്ണമാണ്, മധ്യാഹ്നത്തിൽ വെള്ളിയാണ്, വാർദ്ധക്യത്തിൽ ചെമ്പാണ്. ഇത് പണ്ടാരോ ബോധമില്ലാതിരുന്ന കാലത്ത് ഉണ്ടാക്കിയ നിർവചനമാണ്. ഇപ്പോൾ വാർദ്ധക്യത്തിലല്ലേ സ്വർണം. ഇപ്പം അറിയാമല്ലോ, ഇലക്ഷൻ വരുമ്പോൾ ആരാ നിൽക്കുന്നത്, ആരാ പ്രവർത്തിക്കുന്നത്, ആരാ പോകുന്നത്, എല്ലാം ചെമ്പാണോ? സുവർണമാക്കി മാറ്റിയ
70ഉം 80ഉം വയസ്സ് കഴിഞ്ഞവർ മത്സരരംഗത്തുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ക്രിയാത്മകമാണെങ്കിൽ, നമ്മുടെ മനസ്സ് സർഗാത്മകമാണെങ്കിൽ, നമ്മുടെ മനസ്സ് സൃഷ്ടിപരമാണെങ്കിൽ, പ്രവർത്തന സജ്ജമാണെങ്കിൽ, ക്രിയാത്മകമാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് യൗവനം കടന്നു വരും. അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ, പഴയ ആളുകളൊക്കെ റിട്ടയർ ചെയ്തവർ കൂടുന്നിടത്ത് ചോദിക്കുന്ന കേട്ടില്ലേ, നമ്മുടെ വിശ്വംഭരനെ കാണാറുണ്ടോ? ഞാൻ കണ്ടിട്ട് കുറേ ആളായി. അടുത്ത ചോദ്യം, ആളുണ്ടോ? ഉണ്ടോയെന്നറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിലും കിടപ്പായിരിക്കും. ആ വിധത്തിൽ കിടപ്പിലേക്ക് പോകാതെ ഓരോ നിമിഷവും സക്രിയമായി വളരെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ സേവന സമ്പന്നമായി മുന്നോട്ട് പോവുക. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചാരിറ്റി സംഘടനയുണ്ട്, സൗഹൃദ ചെപ്പ് എന്നാണ് അതിൻ്റെ പേര്. സൗഹൃദ ചെപ്പ്. സൗഹൃദ ചെപ്പിൽ സ്നേഹമാണ്, കാരുണ്യമാണ്, അനുകമ്പയാണ്, കരുതലാണ്, സമസൃഷ്ടി പ്രണയമാണ് സൗഹൃദ ചെപ്പ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ ചെയ്തു വരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പുണ്യവും, അതിൽ നിന്ന് കിട്ടുന്ന ചാരിതാർത്ഥ്യവും, അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തിയും മറ്റെന്തിനേക്കാളും വലുതാണ്. ആ വിധത്തിൽ സേവനത്തിൻ്റെ പാതയിലൂടെ, സ്നേഹത്തിൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.